ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ ഒരു സീസണിൽ റിയാസ് സലീം എന്ന ആ ഒരു കണ്ടസ്റ്റന്റ് വന്നപ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. റിയാസ് അവിടെ എന്റർടൈൻമെന്റ് കൊണ്ട് പൂണ്ട് വിളയാടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ടു ബി ഓണസ്റ്റ്, റിയാസിനോട് അത്ര യോജിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിലും റിയാസ് എന്ന ആ ഒരു എന്റർടൈനറിന്റെ ഒരു സൈഡ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു എന്റർടൈനർ സൈഡ് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ ലൈവ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈവിന്റെ റെക്കോർഡിങ്സ് പരിശോധിക്കുന്ന സമയത്ത് ഒന്നും തന്നെ റിയാസിന്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള കോണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും റിയാസ് അവിടെ ചെയ്തിട്ടില്ല. ആകെ ബിഗ് ബോസ് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത ആ ഒരു സംഭവം എന്താണ്, സീക്രട്ട് ടാസ്ക്, അത് മാത്രമാണ് റിയാസ് അവിടെ ചെയ്തത്. അത് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. പിന്നെ റിയാസ് ചെയ്തതെന്ന് പറഞ്ഞാൽ റിയാസിന്റെ ഒരു ടോക്സിക് സൈഡ് ഉണ്ട്. റിയാസിന്റെ ഒരു സൈഡ് എന്റർടൈനർ സൈഡ് ഞാൻ പറഞ്ഞു, അത് എനിക്കിഷ്ടമാണ്. ഞാൻ അടങ്ങുന്ന ഒരു നല്ലൊരു വിഭാഗം പ്രേക്ഷകർക്ക് ആ ഒരു സൈഡ് ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ടോക്സിക് സ്വഭാവം ഉണ്ട് റിയാസിന്റെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളോട് എന്തോ കലിപ്പാണ് റിയാസിന്. എന്തോ ഷാനവാസിനോടാണെങ്കിലും മനീഷിനോടാണെങ്കിലും ഇവരോടൊക്കെ ഒരു അകൽച്ച കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അക്ബറിനോട് പോലും റിയാസ് ഒരു പരിധി വിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല. അഭിലാഷിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു റിയാസിന്റെ ഒരു സെലക്ടഡ് എന്താ സോ കോൾഡ് പ്രോഗ്രസീവ് ആളുകളുടെ കൂടെയാണ് റിയാസ് കൂടിയത് മൊത്തം. ആദില നൂറ, അതേപോലെ ജിസയില്, പിന്നെ ആര്യൻ, ഇവരുടെയൊക്കെ കൂടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ, മിങ്കിൾ ചെയ്യുള്ളൂ. ആ രീതിയിലാണ് റിയാസ് നിന്നത് മൊത്തം. അപ്പൊ ഈ ഒരു സീസണിൽ റിയാസ് വന്നതിലൂടെ ഒരു കാര്യം ശരിക്കും ഉറപ്പിക്കും, ഇനി റിയാസിനെ ബിഗ് ബോസിനകത്ത്, മലയാളം ബിഗ് ബോസിനകത്ത് അറ്റ്ലീസ്റ്റ് ഗസ്റ്റ് ആയിട്ടോ ചാലഞ്ചർ ആയിട്ടോ ബിഗ് ബോസ് ഇനി വിളിക്കത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പോസ് ആയിപ്പോയി ആകെ മൊത്തം. എന്ന് വെച്ചാൽ ടോക്സിസിറ്റി ഇത്രയും അധികം എക്സ്പോസ് ആയിപ്പോയി റിയാസിൻ്റെത്. ഇപ്പൊ സീസൺ 5 വന്നപ്പോഴാണെങ്കിൽ പോലും കുറച്ചൊക്കെ നല്ല രീതിയിലാണ് റിയാസ് നിന്നത്. അവിടെ എല്ലാവരോടും മിങ്കിൾ ചെയ്തുള്ള രീതിയിലാണ് റിയാസ് കുറച്ചൊക്കെ നിന്നത്. സീസൺ 4 പിന്നെ ഒരു വലിയ വിഭാഗം റോബിനെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു റിയാസിന്. പക്ഷെ ഈ സീസണിൽ ശരിക്കും എക്സ്പോസ് ആയിപ്പോയി. ഇത് അത്രയും നല്ല കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസൺ ആണ്. എന്ന് വെച്ചാൽ കോണ്ടന്റ് വൈസ് അത്രയും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉള്ള സീസൺ ആണ് ഇത്. ഇപ്പൊ പുറത്തു വരുന്ന കോണ്ടന്റിന്റെ ക്വാളിറ്റി എന്തോ ആയിക്കോട്ടെ, മോശമായിക്കോട്ടെ, ഈ പറയുന്ന പോലെ ചീപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത്രയും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസൺ ആണ് ഇത്. അപ്പൊ ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു ഒരു തന്മയത്വം പാലിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്ന പോലെ റിയാസ് ആ ഒരു തന്മയത്വം പാലിക്കുന്നതായിട്ട് കണ്ടില്ല. എല്ലാവരോടും മിണ്ടുന്നതോ ഇന്ററാക്ട് ചെയ്യുന്നതോ ഒന്നും തന്നെ കണ്ടില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ റിയാസ് ആകെ എക്സ്പോസ് ആയിപ്പോയ ഒരു സീസൺ ആണെന്ന് വേണേൽ പറയാം. റിയാസ് എക്സ്പോസ് ആയെന്ന് പറയാനായിട്ടുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് എന്നൊരു വേർഡിന്റെ മീനിങ് മനസ്സിലാക്കി അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു മത്സരാർത്ഥിയെ പോലെ എന്തോ ടാർഗറ്റ് ചെയ്ത് ഒരാൾക്കെതിരെ കളിക്കാനായിട്ട് വന്നൊരു മത്സരാർത്ഥിയെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മൊത്തം. ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നെവിന്റെ ആ ഒരു പ്രശ്നം മൈൻഡിൽ വെച്ച് നെവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷാനവാസിനെ എതിർക്കുന്നത് പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് മൊത്തം. അപ്പോ ഈ രീതിയിലൊരു എന്താ പറയുക, മത്സരാർത്ഥിയാണ് എന്ന, ഈ സീസണിലെ ഒരു മത്സരാർത്ഥിയാണെന്ന് സ്വയം ധരിച്ചു വെച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ പ്രോഗ്രസീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വോക്ക് കൾച്ചർ ഉണർത്തുക എന്നുള്ളതല്ല. നമ്മളൊരു കാര്യം ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് അങ്ങനെ പറയുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആണുങ്ങളോട് മുട കാണിക്കുന്നതിലൂടെയോ ഒന്നും അത് പ്രോഗ്രസീവ്നെസ് അല്ല അവിടെ തെളിഞ്ഞു വരുന്നത്. പ്രോഗ്രസീവ്നെസ് എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസിവിറ്റിയാണ്. നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ഉൾപ്പെടുത്തി എല്ലാവരോടും മിണ്ടി എല്ലാവരോടും സഹകരിച്ച് ജീവിക്കുന്നതാണ് ഈ പ്രോഗ്രസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോ റിയാസ് ആ രീതിയിൽ നോക്കിയാൽ പ്രോഗ്രസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സൂഡോ പ്രോഗ്രസീവ് മെന്റാലിറ്റി ആണ് റിയാസിന്. അത്രയും സൂഡോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സീസൺ 4 അത് എക്സ്പോസ് ആയിട്ടില്ല എന്ന് മാത്രം. കാരണം 4th വന്നതാണല്ലോ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്ന് റിയാസ് എന്താണ് ഓളം ഉണ്ടാക്കിയത് എന്നുള്ളൊരു കാര്യം. ഈ സീസണിലേക്ക് വന്നപ്പോൾ ശരിക്കും പ്രേക്ഷകർക്ക് കൂടി ഒരു ചർച്ചാ വിഷയമായി. അന്ന് റിയാസ് ആ ഒരു പൊസിഷൻ അർഹിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായി. കാരണം അത്രയും ടോക്സിക് മെന്റാലിറ്റി ഉള്ള, അത്രയും ഒരു ഈഗോ, മെയിൽ ഈഗോ എന്നൊക്കെ റിയാസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടാത്ത സ്ഥലത്തും ഒക്കെ വെറുതെ എടുത്ത് യൂസ് ചെയ്തൊരു വേർഡാണ് മെയിൽ ഈഗോ, ഫ്രജൈൽ ഈഗോ എന്നൊക്കെ ഉള്ളൊരു കാര്യം. ഇതൊക്കെ ഉള്ളത് ഈ പറയുന്ന റിയാസിന് തന്നെയാണ്. ഫ്രജൈൽ ഈഗോയും കാര്യങ്ങളൊക്കെ ഉള്ളത് റിയാസിന് തന്നെയാണ്. അതെനിക്ക് ശരിക്കും മനസ്സിലായി ഇത് ലൈവിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയപ്പോഴത്തേക്കും. ഇനി ചാലഞ്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല റിയാസിനെ ഇനി മലയാളം ബിഗ് ബോസിൽ വിളിക്കും എന്നുള്ളൊരു കാര്യം. ഹിന്ദി ബിഗ് ബോസിലോ വല്ലോ വിളിക്കുമായിരിക്കും എന്നൊക്കെ ഇടയ്ക്കൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വല്ല പോയാലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. എപ്പിസോഡ് വരുമ്പോൾ ഇതൊക്കെ എത്രമാത്രം കാണിക്കും എന്നറിയില്ല. കാരണം ഒരു പോയിന്റ് എത്തിയപ്പോൾ കോണ്ടന്റ് ഒന്നും ഇല്ലാതായിട്ട് ബിഗ് ബോസ് തന്നെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ന് രാവിലെ പെർഫോമൻസ് കൊടുത്തതാണേലും
എല്ലാം ബിഗ് ബോസിന്റെ തന്നെ കാര്യങ്ങളായിരുന്നു. ബിഗ് ബോസ് ആണ് ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ BB ഹോട്ടൽ ടാസ്ക് എന്ന് പറയുമ്പോൾ അത്രയും കോണ്ടന്റുകൾ കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലൊരു ടാസ്ക്കാണ്. BBയുടെ ക്ലാസിക്കൽ ടാസ്കുകളിലായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അതില് ഇത്രയും നല്ലൊരു ഗസ്റ്റ് വന്ന് ഇത്രയും നല്ലൊരു ഇതില് നല്ല വീക്കായിരുന്നു ഈ ഒരു ടാസ്ക്. നല്ല വീക്കായിട്ടാണ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു ഫ്ലോപ്പ് ടാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും വീക്കായിട്ടായിരുന്നു ഇത്. ലൈവില് കണ്ടുകൊണ്ടിരിക്കാനും ഒന്നും രസമില്ലായിരുന്നു എന്നാണ് കണ്ടവര് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ്. റിയാസ് എക്സ്പോസ്ഡ് ആയി. ഇനി വിളിക്കുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.